ഞാൻ ഡോക്ടർ ജോസഫ് കെ ജോസഫ് മെഡിസിനും നെഫ്രോളജിയിലും വർക്ക് ചെയ്യുന്നു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സംഗതി ഇവിടുത്തെ പാമ്പ് കടിക്കുള്ള ചികിത്സയാണ്. പാമ്പ് കടി എങ്ങനെയൊക്കെ ഏതെല്ലാം പാമ്പുകളാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്, നമുക്ക് വിഷം ഉണ്ടാക്കുന്നത്, നമ്മളെ വിഷമത്തിലേക്ക് ആക്കുന്നത് എന്നുൾപ്പെടെ സംസാരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഒരു കൊല്ലം ഏതാണ്ട് 50,000 ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. ഇത് ലോകത്തിൽ ഇതിലും കൂടുതലാണ്. അപ്പോൾ ഒരു സുനാമിയിലുണ്ടാകുന്ന മരണത്തെക്കാളും കൂടുതൽ പാമ്പ് കടിച്ചാൽ മരണപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അത് വളരെ വിഷമമുള്ളതാണ്. ഞങ്ങളെല്ലാവരും അത് വളരെയധികം കുറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ്. സീറോ സ്നേക്ക് ബൈറ്റാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഡിമാൻഡ്. അത് ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. WHO ഇത് ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 50,000 മരണപ്പെടുന്ന ആളുകളെ കടിക്കുന്ന പാമ്പുകൾ പ്രത്യേകിച്ചും 4 തരത്തിലുള്ള പാമ്പുകളാണ്. ഈ 4 തരത്തിലുള്ള പാമ്പുകളെ ഒന്ന് നമ്മുടെ നായ അല്ലെങ്കിൽ മൂർഖൻ, രണ്ടാമത്തത് റസൽ വൈപ്പർ അല്ലെങ്കിൽ അണലി ചേനത്തണ്ടൻ, മൂന്നാമത്തേത് എക്കിസ് കരിനാറ്റസ് അല്ലെങ്കിൽ സോസ്കെയിൽഡ് വൈപ്പർ, അതുപോലെ തന്നെ ശംഖുവരയൻ എന്നുള്ള ക്രേറ്റ് എന്നുള്ള ഒരു പാമ്പും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഈ 4-ൽ 2 നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്നതും 2 രക്തത്തെ കട്ട പിടിക്കാതിരിക്കുകയും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പാമ്പുകളാണ്. ഞരമ്പുകളെ ബാധിക്കുന്ന പാമ്പുകൾ 1 മൂർഖൻ, 2 ശംഖുവരകൻ. രക്തത്തെ ബാധിക്കുന്ന പാമ്പുകളാണ് അണലി അഥവാ ചേനത്തണ്ടൻ, സോസ്കെയിൽ വൈപ്പർ അഥവാ എക്കിസ് കരിനാറ്റസ്. ഇത് 4 ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ കാണുന്നത്. പക്ഷേ 2007 അങ്കമാലി ഞങ്ങൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു 5ാമത്തെ പാമ്പിനെ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതും വിഷം ഉള്ളതാണ്. അത് കടിച്ച് ആളുകൾ മരിക്കുകയും കിഡ്നി ഫെയിലിയർ പോവുകയും ചെയ്യുന്നുള്ളത് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രബന്ധങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ തയ്യാറാക്കിയത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ പേരാണ് മുഴമൂക്കൻ ചുരുട്ടമണ്ഡലി അല്ലെങ്കിൽ പിറ്റ് വൈപ്പർ, ഹം നോസ് പിറ്റ് വൈപ്പർ എന്നാണ് പേര്. നമുക്ക് ഈ 2 ഇനങ്ങളുള്ള പാമ്പുകൾ, അണലി വിഭാഗ പാമ്പുകളും ഞരമ്പിനെ ബാധിക്കുന്ന പാമ്പുകളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞരമ്പിനെ ബാധിക്കുന്ന പാമ്പുകൾ 1 മൂർഖൻ, 2 ശംഖുവരകൻ. ഇത് കടിച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് വേദനയുണ്ടാകും, കടിച്ച ഭാഗം നീര് വരും. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ദേഹത്താകെ വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണുകൾ തുറക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. എപ്പോഴും ഉറക്കം വരുന്ന പോലെ തോന്നും, കണ്ണ് തുറക്കാൻ പറ്റുകയില്ല. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ 2 കാണും. കണ്ണിൻ്റെ മസിലിൻ്റെ പാരാലിസിസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇത് മൂർഖൻ കടിച്ചാലും ശംഖുവരയൻ കടിച്ചാലും ഉണ്ടാകും. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇപ്പം 3 നമുക്കുള്ളത്. 1 ചേനത്തണ്ടൻ അല്ലെങ്കിൽ റസൽ വൈപ്പർ അണലി, 2 എക്കിസ് കരിനാറ്റസ് അല്ലെങ്കിൽ സോസ്കെയിൽഡ് വൈപ്പർ, 3 മുഴമൂക്കൻ ചുരുട്ടമണ്ഡലി അല്ലെങ്കിൽ ഹം നോസ് പിറ്റ് വൈപ്പർ. ഇവ രക്തം കട്ട പിടിക്കാതിരിക്കുകയാണ് ഈ വിഷത്തിൻ്റെ പ്രത്യേകത. രക്തം കട്ട പിടിക്കാതെ കടിച്ച ഭാഗത്തുനിന്ന് രക്തം വാർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അതിൽ മുഖ്യമായ സംഗതി ഇത് കിഡ്നിയെ ബാധിക്കും, കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കും. പ്രത്യേകിച്ചും ചേനത്തണ്ട അഥവാ റസൽ വൈപ്പറും മുഴമൂക്കൻ ചുരുട്ടമണ്ഡലി അല്ലെങ്കിൽ ഹം നോസ് പിറ്റ് വൈപ്പറും കിഡ്നിയെ ബാധിക്കുന്നതാണ്. എക്കിസ് കരിനാറ്റസ് സാധാരണഗതിയിൽ രക്തം കട്ട പിടിക്കാതിരിക്കുക, രക്തം വാർന്നു പോകുകയുമാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് പാമ്പ് കടിച്ചാൽ ആദ്യമായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പാമ്പ് കടിച്ചാൽ, ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കടിച്ചയാൾ അവിടുന്ന് അനങ്ങരുത്. കാരണം ഓടുകയോ ചാടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തഓട്ടം കൂടുകയും അങ്ങനെ അതുവഴി ശരീരത്തിനുള്ളിൽ വിഷാംശം കൂടുതലാകുകയും ചെയ്യും. അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടിച്ചത് ഭാഗം അനക്കാതെ, കൈയാണ് കടിച്ചെങ്കിൽ അത് അനക്കാതിരിക്കുക, കാലാണ് കടിച്ചെങ്കിൽ കാലനക്കാതിരിക്കുക. ഒരിക്കലും നടക്കരുത്.
ഈ കടിച്ച കൈ അല്ലെങ്കിൽ കാല് നമ്മൾ സാധാരണ ഒരു ഫ്രാക്ചർ ഉണ്ടായാൽ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കെട്ടിവെക്കുന്നത്? 2-3 വാരികൾ വെച്ച് അല്ലെങ്കിൽ 2-3 കമ്പുകൾ വെച്ച് നമ്മളൊരു ചെറിയ തോർത്ത് വെച്ച് നമ്മൾ പതുക്കെ ഒരു ചെറിയ ആയിട്ട് കെട്ടുക. കെട്ടെന്ന് പറഞ്ഞാൽ മുറുക്കി കെട്ടരുത്. മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്തയോട്ടം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് രക്തയോട്ടം കുറയാതിരിക്കാനും ബാക്കി വിഷം കയറാതിരിക്കാനുമുള്ള ചില പണികളാണിത്. കമ്പുകൾ വെച്ച് തോർത്ത് വെച്ച് അത് ചുറ്റി ഒരുവിധം നല്ല ബലത്തിൽ ചുറ്റുക. ആ ചുറ്റുന്നത് നമ്മുടെ ഒരു ചൂണ്ടാണി വിരൽ കടക്കാൻ തക്ക വിധം അത് ലൂസായിരിക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് അവരോട് പറയുക, പേടിക്കണ്ട, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല, നമുക്ക് ആശുപത്രിയിൽ പോകാം. ആൾക്കാരെ പെട്ടെന്ന് ഭീതിയിൽ അകപ്പെടും. ആ ഭീതി കൊണ്ട് ആൾക്കാർ പ്രശ്നങ്ങളുണ്ടാക്കാം. ഹാർട്ടിൻ്റെ പമ്പിങ് കൂടും, രക്തോട്ടം കൂടും, വിഷാംശം ശരീരത്തിൽ കലരും. അപ്പോൾ അവരോട് പറയുക, പേടിക്കേണ്ട എന്നുള്ളത് അഷ്വർ ചെയ്യുക. അവരോട് പറയുക കുഴപ്പമില്ല. മൂന്നാമത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അപ്പം നമ്മൾ അറിയേണ്ടത് ഏതെല്ലാം ആശുപത്രിയിൽ ഇതിനുള്ള മറുമരുന്ന് അല്ലെങ്കിൽ ആൻറ്റിവെനം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അത് നമുക്കിപ്പോൾ വാട്സപ്പിൽ ഏതെല്ലാം ആശുപത്രികളിൽ ആൻറ്റി സ്നേക്ക് വെനം ഉണ്ട് എന്ന് വാട്സപ്പിലുണ്ട്. അത് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുക. എത്രയും വേഗം നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഡോക്ടർമാർ തന്നെ നോക്കിക്കോളും. നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത്, കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടുകയോ നടക്കുകയോ ചെയ്യരുത്. കടിച്ച ഭാഗം അനക്കരുത്. അതുപോലെ തന്നെ മദ്യം കഴിക്കരുത്. മദ്യം കഴിച്ചിട്ടാണ് കടിക്കുന്നെങ്കിൽ മദ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ്സ്, അതായത് ഹാർട്ടിൻ്റെ പ്രവർത്തനം കൂടുതലാക്കും. അതുകൊണ്ട് പിന്നെയും രക്തയോട്ടം കൂടും, വിഷം കൂടുതൽ കലരും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഞങ്ങൾ ഒരു 55 കൊല്ലമായിട്ട് ഈ പാമ്പ് ചികിത്സ ചെയ്യുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാരെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. കിഡ്നി ഫെയിലറും അതുപോലെ തന്നെ ശ്വാസകോശ തടസ്സവുമൊക്കെ വന്നിട്ടുണ്ട്. അവരെ എല്ലാം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു മരണസംഖ്യ പറയുവാണെങ്കിൽ ഒരു 2% താഴെയാണ്. അതായത് 100 പേരെ കടിച്ചാൽ 2% താഴെയാണ് നമുക്ക് മരണമുണ്ടാകുന്നത്. അതും രോഗികൾ വരുന്നത് വളരെ താമസിച്ച് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, 100 പേരെ പാമ്പ് കടിച്ചാൽ അതിൽ 50 കടിയും വിഷമില്ലാത്ത പാമ്പുകളായിരിക്കും. ബാക്കി 50-ൽ ഒരു 25 ഡ്രൈ ബൈറ്റ് എന്ന് പറയും. പാമ്പ് കടിക്കും, വിഷമുള്ള പാമ്പ് കടിക്കും, പക്ഷേ വിഷമേൽക്കുകയില്ല. പ്രത്യേകം നമ്മുടെ ഈ എല്ലിന് മുകളിൽ കടിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കി 25% മാത്രമേ വിഷമുള്ള പാമ്പുകൾ കടിക്കാറുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, ഒരു പാമ്പ് കടിച്ചാൽ ഏതൊക്കെ പാമ്പുകളാണെന്ന് നമുക്കറിയാം. വിഷമുള്ള പാമ്പുകൾ 5 തരത്തിലുള്ള പാമ്പുകൾ നമുക്ക് കേരളത്തിലുണ്ട്. 5 തരത്തിലുള്ള പാമ്പുകൾ നമ്മൾ നോക്കണം. വിഷമില്ലാത്ത പാമ്പുകളുമുണ്ട്. അധികം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാമ്പിനെ തിരയാൻ പോകരുത്, പാമ്പിനെ കൊല്ലാനും പോകരുത്. കാരണം അത് നമ്മൾ സമയം നഷ്ടപ്പെടും നമുക്ക്. അതുകൊണ്ട് കടിച്ചെന്നുള്ള തീർച്ചയുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ആ പാമ്പ് കടിച്ച ഭാഗം അനക്കാതെ വെക്കുക. നടക്കരുത്, ഓടരുത്. അതുപോലെ തന്നെ ഒരു കാലും എങ്ങനെ ഒടിയുന്നു, ആ ഒടിഞ്ഞ കൈയും കാലും നമ്മളൊരു കമ്പുകൾ കൊണ്ട് അതിൻ്റെ മുകളിൽ തോർത്ത് വെച്ച് ചുറ്റി അത് ചെറുതായിട്ട് ഒരു ചുറ്റി വെക്കുക. അതുപോലെ തന്നെ ആ ചുറ്റി വെക്കുന്ന ആ കെട്ട് നമ്മുടെ ചൂണ്ടാണി വിരൽ പോകുന്ന അത്രയും ലൂസായിരിക്കണം. അപ്പോൾ നമുക്ക് രക്തഓട്ടം നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുകയില്ല. ഈ പാമ്പിൻ്റെ വിഷം കയറുന്നത് ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ട്യൂബിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിലുള്ള. അപ്പം വളരെ ചെറിയ നേർത്ത തോതിൽ മാത്രം നമുക്ക് പ്രഷർ ഉപയോഗിച്ച് അതിനെ നമുക്ക് കെട്ടിവെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പാമ്പ് കടിച്ചാൽ ആദ്യം നമ്മൾ പേടിക്കേണ്ട, നമ്മൾ അടുത്തുള്ളവരാണ് റീഅഷ്വർ ചെയ്യുക. രണ്ടാമതായിട്ട് ഇതുപോലെ കെട്ടിവെക്കുക. മൂന്നാമതായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അത് നമ്മൾ എവിടെയെല്ലാം ആൻറ്റിവെനം ഉണ്ട് എന്നുള്ള ഒരു സംഗതി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വാട്സപ്പുകളുണ്ട്. വാട്സപ്പ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ
നമുക്ക് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാവും. നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും.